ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുവാൻ കാതോർക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളിലൂടെ ഒരാത്മാവെങ്കിലും രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ദൈവം ആനന്ദിക്കും, നമ്മെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ അനേകം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ എങ്ങനെയെങ്കിലും ലോകത്തിൽ പേര് കേൾക്കണം, ഗിന്നസ് ബുക്കുകളിലും വേൾഡ് റെക്കോർഡുകളിലുമൊക്കെ പേരെഴുതി ചേർക്കപ്പെടണം എന്നൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ എളിമയോടും വിശുദ്ധിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതുവഴി ദൈവമായ കർത്താവ് സൗജന്യമായി തരുന്ന ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കാതെ ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന, ഭൗതികമായ സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്ന, ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് ഈ സമൂഹങ്ങളിൽ കാണുവാൻ സാധിക്കും. തെക്കേ അമേരിക്കയിൽ ഇന്നും നരഭോജികൾ ജീവിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. തെക്കേ അമേരിക്കയിൽ ഉറുമ്പാമ്പ, ഉക്കയാളി എന്നീ ഇരുണ്ട പുഴകളുടെ തീരത്ത് ഇന്നും നരഭോജികൾ തിങ്ങിപ്പാർക്കുകയാണ്. ഈ നരഭോജികൾ തിങ്ങിപ്പാർക്കുന്ന ഉറുമ്പാമ്പ, ഉക്കയാളി എന്നീ ഇരുണ്ട പുഴകളുടെ നടുവിലൂടെ സാഹസിക യാത്ര നടത്തി വേൾഡ് റെക്കോർഡുകളിൽ പേര് വരുത്തുന്ന ഒരുപാട് സാഹസിക യാത്രികർ ഇന്ന് ഭൂമിയിലുണ്ട്. നമുക്കറിയാം, ഹിമപ്പുലികൾ മാത്രം വസിക്കുന്ന, കാറ്റില്ലാത്ത, കാർമേഘങ്ങളില്ലാത്ത, വഴിത്താരകളില്ലാത്ത, പറവകളെപ്പോലും കാണുവാൻ സാധിക്കാത്ത തിളങ്ങുന്ന ശിഖരങ്ങളും മഞ്ഞുപാളികളും ആഴത്തിൽ പതിഞ്ഞ ഹിമപ്പുലികളുടെ കാൽപ്പാടുകളുമുള്ള ഹിമാലയങ്ങൾ പോലുള്ള വലിയ കുന്നുകളൊക്കെ താണ്ടി മനുഷ്യൻ തങ്ങളുടെ പേരുകൾ, ലോക ചരിത്രങ്ങൾ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഗൂഢവും ഗാഢവുമായ വനങ്ങളും ഏകാന്ത പീഠഭൂമികളും മാഞ്ഞുപോയ നാഗരികതകളും നീലത്തിമിംഗലങ്ങൾ മേയുന്ന പുറംകടലുകളുമൊക്കെ താണ്ടി ഗിന്നസ് ബുക്കുകളിൽ പേരെഴുതുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമിയുടെ അറ്റമെന്ന് വിശേഷിപ്പിക്കുന്ന അന്റാർട്ടിക്കയൊക്കെ കടന്നു ചെന്ന് വലിയ മഞ്ഞുപാളിയുടെ ഇടയിലൂടെ പോയി പേരുകൾ ഗിന്നസ് ബുക്കുകളിൽ പേരെഴുതി ചേർക്കപ്പെടുന്ന ഒരുപാട് യുവതലമുറകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ മനുഷ്യൻ കൂലിപ്പണിക്കാരും കർഷകരുമൊക്കെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി സ്വരുക്കൂട്ടിയ പണം സഹസ്ര കോടികൾ ചെലവഴിച്ച് ഗവൺമെൻറ്റുകൾ ചന്ദ്രനിലേക്കും ചൊവ്വായിലേക്കുമൊക്കെ കാലുകുത്തി അങ്ങനെ ചന്ദ്രനിലൊക്കെ പോയി രാജ്യങ്ങൾ അവരുടെ കൊടിവാറിച്ചതായിട്ടൊക്കെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചന്ദ്രനിലും ചൊവ്വായിലുമൊക്കെ സഹസ്ര കോടികൾ ചെലവഴിച്ച് സ്പേസ് ഷട്ടിൽ നിർമ്മിച്ച് കോടികൾ, മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമായ കോടികൾ ചെലവഴിച്ച് ഇങ്ങനെ ചന്ദ്രനിലും ചൊവ്വായിലേക്കുമൊക്കെ മനുഷ്യരും ശാസ്ത്രജ്ഞന്മാർ പോകുമ്പോൾ സഹോദരങ്ങളെ, ഈ ശാസ്ത്രജ്ഞന്മാർക്ക് നിത്യജീവനിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ സാധിക്കാതെ പോകുന്നു. നിത്യജീവനിലേക്കുള്ള വഴി, അതായത് ഒരു മനുഷ്യൻ നടക്കേണ്ട വഴി അവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ്. ദൈവത്തെ കണ്ടെത്തുവാനോ ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തെ അറിയാത്ത മനുഷ്യർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ശാസ്ത്രലോകം മുന്നോട്ട് പോവുകയാണ്. ശാസ്ത്രലോകം ലോകത്തിൽ ആറ്റം ബോംബുണ്ടാക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ കൊല്ലുവാൻ വേണ്ടുന്ന ആറ്റം ബോംബുകൾ, മിസൈലുകൾ, വ്യത്യസ്തമായ ക്ലസ്റ്റർ ബോംബുകൾ, അങ്ങനെ വ്യത്യസ്തമായ ബോംബുകളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കി. എന്നാൽ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടുന്ന ആയുധങ്ങൾ ഉണ്ടാക്കിയ ഈ ശാസ്ത്രലോകം മനുഷ്യനെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ അസമർത്ഥരായി പോവുകയാണ്. നമുക്കറിയാം, ചൈനയിലെ ഒരു വലിയ മാർഷൽ ആർട്സുകാരനായിരുന്നു ബ്രൂസ്ലി. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഇന്ന് വരെ ആരും തിരുത്തിയിട്ടില്ല. ഒരു സെക്കൻഡിൽ 6 പഞ്ചിങ്, അതായത് ഒരു സെക്കൻഡിൽ 6 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സ്പീഡായിരുന്നു ഈ ബ്രൂസ്ലിയുടെ ചരിത്രം പറയുന്നത് ദിവസത്തിൽ 16 മണിക്കൂർ വരെ അദ്ദേഹം മാർഷൽ ആർട്സിൻ്റെ
കായിക അഭ്യാസങ്ങളിൽ വ്യക്തിപരമായ എക്സർസൈസ് വ്യായാമം ചെയ്യുമായിരുന്നു. ആ ബ്രൂസ്ലി എന്ന ലോക റെക്കോർഡ് നേടിയ മനുഷ്യൻ എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയിൽ വെച്ച് തലയ്ക്ക് പറ്റിയ ഒരു പരുക്കിൽ രക്തം വാർന്നൊഴുകി മരിച്ചു. 32-ാമത്തെ വയസ്സിൽ ലോക റെക്കോർഡ് നേടിയ ബ്രൂസ്ലി മരിച്ചു. പക്ഷേ അദ്ദേഹം ജീവനിലേക്ക് പോകാൻ വേണ്ടുന്ന എക്സർസൈസ് വ്യായാമം ചെയ്തിട്ടില്ല. അദ്ദേഹം ജീവൻ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ദൈവം ആരാണെന്നറിയാതെ ഈ ഭൂമിയിലെ വ്യായാമങ്ങൾ മാത്രം നടത്തി ബോഡി ബിൽഡ് ചെയ്ത് നല്ല ആരോഗ്യമുള്ള അസ്ഥികളും മജ്ജയും മാംസവും നരമ്പുണ്യമൊക്കെ ഉടമയായി സെക്കൻഡിൽ 6 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന ബ്രൂസ്ലി എന്ന മനുഷ്യൻ 32-ാമത്തെ വയസ്സിൽ ഈ ലോകവാസം വെടിഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇന്ന് ഇപ്രകാരം ലോക റെക്കോർഡുകൾ നേടുവാൻ വേണ്ടി അനേകം വ്യക്തികൾ ഇന്ന് കായികാഭ്യാസങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസില പറയുകയാണ്, ഒളിമ്പിക്സിൽ ഓടുന്ന ഒരാൾക്ക് സ്വർണം കിട്ടും, വെള്ളി കിട്ടും, പക്ഷെ അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ നിത്യജീവന്റെ കിരീടത്തിന് വേണ്ടി എത്ര പേരാണ് കഠിനാധ്വാനം ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ജീവന്റെ കിരീടം, ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം സ്വന്തമാക്കുവാൻ, കർത്താവ് നൽകുന്ന ഈ ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം സ്വന്തമാക്കുവാൻ എത്ര പേരാണ് ഭൂമിയിൽ വ്യായാമം ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്? ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ആറ്റം ബോംബുകൾ കണ്ടുപിടിച്ച മനുഷ്യൻ മറ്റുള്ളവരെ കൊല്ലിക്കാൻ വേണ്ടിയുള്ള മാരക വിഷങ്ങൾ കണ്ടുപിടിച്ചു. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന, നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവപ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ആരും ഇന്ന് അധ്വാനിക്കുന്നില്ല. മറിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ പോലും അകറ്റിക്കളയുന്ന രീതിയിൽ ഭൗതികമായ നേട്ടങ്ങൾ, സ്വന്തം പേരിൻ്റെയും പെരുമയ്ക്കും വേണ്ടി ജീവിക്കുവാൻ, പണം സമ്പാദനത്തിന് വേണ്ടി സ്വർണവും വെള്ളിയും വാരിക്കൂട്ടാൻ, വലിയ കെട്ടിടങ്ങൾ പണിതുയർത്താൻ, ഏക്കറുകൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി മനുഷ്യൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം നേടിയാലും ശരി, കർത്താവ് പറയുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇന്ന് ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള കോടികൾ മുഴുവൻ ഏതോ 1-2% വ്യക്തികളുടെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? അവരുടെ സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ജീവനിലേക്കുള്ള വഴി അവർ കണ്ടെത്തിയിട്ടില്ല. അവർക്ക് ലോകത്തിൽ നിന്ന് ലഭിച്ച ഭൗതികമായ നേട്ടങ്ങൾ മാത്രമേ അവർ കണ്ണുവയ്ക്കുന്നുള്ളൂ. ഇന്ന് കേരളത്തിൽ ചില അമ്പലങ്ങളിൽ കാണാൻ കഴിയും, മുടി അഴിച്ചിട്ടാടി തെറിപ്പാട്ട് പാടി ആടുന്ന ചില ചേട്ടത്തിമാരെ കാണാൻ പറ്റും. മൂകവിഗ്രഹങ്ങളെയും ഒക്കെ വെച്ച് പൂജിച്ചുകൊണ്ട് ഇപ്രകാരം ഡാൻസ് കളിക്കുമ്പോൾ കാണുവാൻ നല്ല ഇമ്പമാണ്, കേൾക്കുവാനും ഒരുപക്ഷെ കാതുകൾക്ക് കുളിർമ ലഭിക്കും. പക്ഷേ സഹോദരങ്ങളെ, ജീവന്റെ വഴിയിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തുവാൻ ഇവയൊക്കെ ഒരുപക്ഷെ തടസ്സമായിരിക്കും. നമ്മൾ സത്യത്തിലേക്കും വിശുദ്ധിയിലേക്കും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മാർഗങ്ങളിലൂടെ നടക്കുമ്പോഴാണ് സത്യം ഗ്രഹിക്കുവാനും സത്യത്തിൻ്റെ വഴി കണ്ടെത്തുവാനും ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഒരു ശാസ്ത്രലോകത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റം പറയുകയോ ഒന്നുമല്ല, മറിച്ച് ലോകരക്ഷകനായ സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ആ ദൈവത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ സത്യദൈവത്തിനും മനുഷ്യർക്കും എതിരെ നടുക്ക് തടസ്സമായി നിൽക്കുന്ന എന്തു തന്നെയാണെങ്കിലും ശരി, സഹോദരങ്ങളെ, അത് മാറ്റിക്കളയാതെ, നമ്മുടെ ചിന്തകൾ തിരുത്താതെ, നമ്മുടെ വഴികൾ നേരെയാക്കാതെ, നമ്മുടെ മാർഗങ്ങൾ, നമ്മുടെ ചിന്തകൾ മാറ്റാതെ നമുക്കൊരിക്കലും സത്യദൈവത്തിലേക്കുള്ള വഴി കാണുവാൻ സാധിക്കുകയില്ല. ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്ന് കർത്താവ് പഠിപ്പിക്കുക. എന്നാൽ മരണത്തിലേക്ക്, നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. വലിയ വിശാലമായ മാർഗത്തിലൂടെ കടന്ന് പാതാളത്തിലേക്ക് പോകുന്ന, നിത്യനരകത്തിലേക്ക് പോകുന്ന അനേകം വ്യക്തികളെയും ജീവിതങ്ങളെയും നമ്മൾ സമൂഹത്തിൽ കാണുവാൻ പറ്റും. പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ജീവനിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ശരി, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഏതെല്ലാം ജീവിത രീതികൾ, ശൈലികൾ നിന്റെ ജീവിതത്തിലുണ്ടോ, അവയിൽ നിന്നെല്ലാം നീ മാറി നിൽക്കുക. നിന്നെ ദൈവം ആയ കർത്താവ് അനുഗ്രഹിക്കും. ഇതാ ജീവജലം സൗജന്യമായി കുടിക്കുവാൻ കൽപ്പിച്ച കർത്താവ് എന്നെയും നിങ്ങളെയും ആടി വിളിക്കുകയാണ്. ഈ ജീവന്റെ ജലമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി രൂപപ്പെടുത്തിക്കൊണ്ട് ദൈവമക്കളായി ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മരണാനന്തരം സ്വർഗത്തിലേക്ക് എത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.